ഇതാണ് ഈ നുണയാണ് നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നുണയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഷജീറെ സത്യസന്ധത ഇല്ലായ്മയുടെ ഒന്നാമത്തെ ലക്ഷണം. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ നുണയാണ് പറയുന്നത്. ഇപ്പൊ ഇത്ര നേരം സംസാരിച്ചിട്ട് പിന്നെ നുണ പറയാം. എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പറഞ്ഞ നുണ ഇപ്പൊ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ചോദിക്കാണ് ഖുർആനിലും ഹദീസിലും അങ്ങനെ ഇല്ല എന്ന് ഞാൻ സമ്മതിച്ചോ? നിങ്ങൾ ചോദിച്ചില്ലേ ഇപ്പൊ? ഓക്കെ, ഖുർആനിലോ ഹദീസിലോ മണ്ണ് കുഴച്ചു എന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞത് ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നു എന്നാ. ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയൂ ഷജീറെ. ഖുർആനിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അതിന്റെ മറുപടി ഞാൻ പറഞ്ഞത് ഉണ്ടോ ഇല്ലേ? അതാണ് പറയേ. ഉണ്ടോ ഇല്ലേ? മണ്ണ് കുഴിച്ച് മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവിനെ അങ്ങനെ ഇസ്ലാമിന്റെ വിശ്വാസം അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്നെ ഇനിയും പറയും. ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്തോ ആയിക്കോട്ടെ, ഖുർആനിലോ ഹദീസിലോ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ആരാണ് നുണ പറയുന്നത് ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇദ്ദേഹം ഫോൺ വിളിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം തന്നെ ഇതാണ്. ഷജീറെ കളവ് പറയല്ലേ ഷജീറെ, സത്യസന്ധത കാണിക്കൂ ഷജീറെ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇദ്ദേഹമാണ് എന്നെ ഫോൺ വിളിക്കുന്നത്, ഇദ്ദേഹത്തിന്റെ ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ശബ്ദമാണ് കൂടുതൽ വരികയുള്ളൂ. എൻ്റെ ശബ്ദം എന്ന് പറയുന്നത് അത്ര കേൾക്കില്ല. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഒച്ചപ്പാടെടുത്തു കഴിഞ്ഞാൽ ആ ശബ്ദം മാത്രമേ മറ്റുള്ളവർ കേൾക്കുള്ളൂ എന്ന് ഇദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് കളവ് പറയല്ലേ സത്യസന്ധത കാണിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം എന്നോട് ചോദിക്കുന്ന ഒരു പൊട്ടത്തരമുണ്ടല്ലോ. അദ്ദേഹം എന്നോട് ചോദിക്കുന്നത് ഞാൻ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്, ഖുർആനിൽ ഇന്ന സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? മണ്ണ് കുഴച്ചിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് ഖുർആനിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഹദീസിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആകെ പറഞ്ഞിട്ടുള്ളത് ഇസ്ലാമിലുണ്ട് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന ഒരു പൊട്ടത്തരം. ഇത് എന്താണ് ഇദ്ദേഹത്തിന് പറ്റിയത്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവാചകൻ ഹജ്ജത്തിൽ വിദായിൽ വെച്ചിട്ട് പറഞ്ഞത് എന്താണ്? ഞാൻ നിങ്ങളിൽ ഇതാ രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചു പോകുന്നു. ഒന്ന് ഖുർആനാണ്, ഒന്ന് ഹദീസാണ്. ഇതിൽ രണ്ടിലും നിങ്ങൾ കൂട്ടുവാനോ കുറക്കുവാനോ പാടില്ല. ഇതിലെന്താണോ ഉള്ളത് അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇതിലെന്താണോ ഇല്ലാത്തത് അത് ഇസ്ലാം അല്ല. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഞാൻ ഖുർആനിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഹദീസിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഇസ്ലാമിലുണ്ട് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതെന്തൊരു പൊട്ടത്തരമാണ് ലിയാഖത്ത് ഇത്.